ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ വീണ്ടും സമരത്തിലേക്ക്. മന്ത്രി ഉൾപ്പെടെ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ സമരം. ഓപ്പറേഷൻ തിയേറ്ററുകളുടെ പണി ഉടൻ പൂർത്തിയാക്കണമെന്നും ക്യാമ്പസിനുള്ളിലെ റോഡ് നവീകരിക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ 3 ബാച്ചുകളിലായി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇവർക്ക് ജില്ലാ ആശുപത്രിയിലെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ മാത്രമാണ് പഠന സൗകര്യത്തിനായി ഉള്ളത്. പുതിയ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ 6 മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിലും കരാർ ഏറ്റെടുത്ത കിറ്റ്കോയുടെ അനാസ്ഥയെ തുടർന്ന് പൂർത്തിയാക്കിയിട്ടില്ല. പുതിയ ഓപ്പറേഷൻ തിയേറ്ററുകളിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ പോലുമുള്ള സൗകര്യം ഒരുക്കിയില്ല. ഏകദേശം 2023 നമ്മൾ അവസാനമായിട്ട് ഈ കോളേജിന്റെ ഫെസിലിറ്റീസ് കൂട്ടണമെന്ന് പറഞ്ഞൊരു സമരം നടത്തിയത്. പക്ഷേ എങ്കിൽ 2025 കഴിഞ്ഞപ്പോൾ 2026 ആയിട്ടും നമ്മൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്തു തന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അടുത്ത കൊല്ലം നമ്മൾ 4th ഇയർ ആകുന്ന സമയത്ത് സർജറി, മെഡിസിൻ പോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കൂടുതൽ OT സംവിധാനങ്ങൾ വേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇതുവരെയും എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ പറഞ്ഞ OT കോംപ്ലക്സ് പോലും ഇതുവരെ നമുക്ക് ചെയ്ത് കിട്ടിയിട്ടില്ല. വൈദ്യുതി എത്തിക്കാനുള്ള 11 kV ലൈനിന്റെ പണികളും തുടങ്ങിയിട്ടില്ല. മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിലെ റോഡിന്റെ അവസ്ഥ ശോചനീയമാണ്. കോളേജുകളിലേക്കും ഹോസ്റ്റലുകളിലേക്കുമുള്ള റോഡിന്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടാൽ അറിയാം, വളരെ ശോചനീയമായ അവസ്ഥയാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ വീണ് വളരെ ഗുരുതരമായി പരിക്കേറ്റിട്ടും ഇവിടുത്തെ അധികാരികൾക്ക് യാതൊരു തരത്തിലുള്ള നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല. ലെക്ചർ ഹാൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുമുണ്ട്. പണികൾ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യം, വൈദ്യുതി, പൊതുമരാമത്ത് എന്നീ വകുപ്പ് മന്ത്രിമാരെ നേരിൽ കണ്ട് വിദ്യാർത്ഥികൾ നിവേദനം നൽകിയിട്ടും ഫലമുണ്ടായില്ല. ഇതാണ് വീണ്ടും സമരത്തിനിറങ്ങാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്നത്. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.